പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളും, ശ്രീനാരായണ ഗുരുദേവന്റെ ആത്മീയ ചൈതന്യം ഉള്ള സന്നദ്ധമായ ഈ വേളയിൽ ആ പുണ്യാത്മാവിൻ്റെ പാവനസ്മരണത്തിൽ ആദ്യമായ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ശിവഗിരിയിൽ വരിക എന്നത് എനിക്ക് സ്വന്തം തറവാട്ടിലേക്ക് വരുന്ന പോലെയുള്ള കാരണം ഞാൻ കൊല്ലം ജില്ലയിൽ കളക്ടറായിരുന്ന സമയത്ത് എല്ലാ സമ്മേളനങ്ങളും എന്നെ വിളിക്കാറുണ്ടായിരുന്നു, ഞാൻ വരാറുണ്ടായിരുന്നു. സ്വാമിജി സൂചിപ്പിച്ചതുപോലെ ഗവർണറായതിനു ശേഷം എനിക്ക് തോന്നി വിളിച്ചില്ലെങ്കിലും ഇനി വരാൻ പറ്റുന്ന കടന്നാണ് ശിവഗിരിയാറുണ്ടായിരുന്നു. ഇനിയും വരികയും ചെയ്യും. സന്തോഷമുള്ള കാര്യമാണ്. നമുക്കറിയാം, ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായി നമ്മുടെ മനസ്സിലോടിയിട്ടുന്നത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനും എന്ന മഹനീയമായ സന്ദേശമാണ്. ഞാനോർത്ത് പോവുകയായിരുന്നു. യേശുദേവൻ പറഞ്ഞു, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുകയും. ഇത് തന്നെയല്ലേ നബി തിരുമേനിയും പറഞ്ഞത്? എല്ലാവരും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ അയൽവാസിക്ക് പ്രയോജനം ചെയ്യട്ടെ. ഇത് തന്നെയല്ലേ ഗുരുദേവൻ നമ്മെ പഠിപ്പിച്ചത്? അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവനവൻ്റെ സുഖത്തിനായി വരണം. അദ്ദേഹം ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാത്ത സമരം സ്വജനത്തോടെ പാടുന്നു, മാത്രമല്ല സ്ഥാപനം അവസാനം പാടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ വിശാലമായ ലോകജനത മുഴുവൻ ഒന്നായി കാണാനുള്ള വലിയ മനസ്സ്, എല്ലാവരും ഈശ്വരന്റെ സൃഷ്ടികളാണ്, ആരും തമ്മിൽ വ്യത്യസ്തതയ്ക്ക് ആവശ്യമില്ല എന്ന് ഊന്നി പറഞ്ഞ മഹാദേവൻ ഗുരുദേവൻ ലോകത്തിന്റെ തത്വങ്ങൾ വിശ്വചക്രവാള മേഖലയിൽ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം മറ്റൊന്നല്ലാതെ മഹനീയമായ മാനവ ദർശനം. നമുക്കറിയാം, ഞാൻ അദ്ദേഹത്തിൻ്റെ ചെയ്തികളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കൂടുതൽ പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്താണ് ഗുരുദേവൻ സമൂഹത്തിന് അയച്ചത്, മാനവരാശിക്ക് അയച്ചത്? ജയശങ്കരക്കുറുപ്പിൻ്റെ 2 കർഷകർ എന്നൊരു കവിതയുണ്ട്. ഈ കവിതയിൽ എല്ലാം കളഞ്ഞ് സർവം സംഘപരിചയാകിയ ഭഗവാൻ ഭിക്ഷാപാത്രമായി നിൽക്കൊണ്ട് ഭിക്ഷയയച്ച് നടക്കുന്ന സമയമാണ്. ബുദ്ധദേവൻ ഒരു ധനികനായ കർഷകന്റെ വീട്ടുമുറ്റത്ത് ഒരുപടി മരുന്നിനായി കൈനീട്ടി വിളിക്കുന്നു. വൃദ്ധനായ കർഷകൻ പറയുന്നു, വേല ചെയ്യണം വേല, വേല ചെയ്യണം വേല. സമ്പന്നൻ കണ്ണിന്റെ മൂല കുറിച്ചും കൊണ്ട് അർത്ഥശാസ്ത്രം നടത്തി, പോയി പണിയെടുക്കരുത്, ഞാൻ ഇരക്കുവാൻ ചെന്നാൽ വയലേവില്ലാത്ത. ബുദ്ധഭഗവാനും നമുക്ക് പറയുകയാണ്, കർഷകൻ പറയുകയാണ്, ഞാൻ ഇരക്കുവാൻ ചെന്നാൽ വയലേവില്ലാത്ത. ആക്ഷേപിക്കുന്നു, ജ്ഞാനിയല്ലല്ലോ നിലം വേദാന്തം ശ്രമിക്കുവാൻ. നിങ്ങളൊക്കെ പറയുന്ന വേദാന്തം ശ്രമിക്കാൻ നെല്ല് തരാൻ ജ്ഞാനിയല്ലല്ലോ നിലം വേദാന്തം ശ്രമിക്കുവാൻ. ഇങ്ങനെ കൂടുതലായി പറഞ്ഞപ്പോൾ ഒന്ന് പുഞ്ചിരിക്കുള്ള ദിവസം ചൊല്ലി ഒരു ചെറുപുഞ്ചിരിയുടെ ഭഗവാൻ പറഞ്ഞു, ഞാനും എന്നോട് നിലയ്ക്കൊരു സുഹൃത്ത് ദർശനത്തിൽ എന്താണ് ഞാൻ ചെയ്യുന്ന വിഷയം? കാടുകൾ പിടിച്ചെഴും മർത്യമാനസത്തിന്റെ മേടുകൾ നിരത്തിയിട്ടൊക്കെ സമമാകും. കാടുകൾ പിടിച്ചെഴും മർത്യമാനസത്തിന്റെ മേടുകൾ നിരത്തിയിട്ട് ഒക്കെയും സമമാകും. എന്നിട്ടോ കനിവും അഹിംസയും പ്രേമവും ഒലിപ്പിച്ച് ധനമുണ്ടാക്കി, കനിവും അഹിംസയും പ്രേമവും ഒലിപ്പിച്ച് ധനമുണ്ടാക്കി ശുദ്ധ സാത്വിക സംസ്കാരത്തിൽ ശാന്തജീവിതം വിതച്ചിടുവാൻ ശ്രമിക്കുകയോ ഞാൻ നനച്ചു. ശരിയല്ലേ? ആദ്യം പാടും പടലേക്ക് വേണ്ടി നിരപ്പാക്കി ജലസേചനം കാടുകൾ പിടിച്ചെടും മർത്യമാനസത്തിന്റെ മേടുകൾ നിരത്തിയിട്ടൊക്കെയും സമമാക്കും, കനിവും അഹിംസയും പ്രേമവും ഒലിപ്പിച്ച് ധനമുണ്ടാക്കി ശുദ്ധ സാത്വിക സംസ്കാരത്തിൽ ശാന്തജീവിതം വിതച്ചിടുവാൻ ശ്രമിക്കുകയോ ഞാൻ നനച്ചു. ശാന്തജീവിതം വിതച്ചിടുവാൻ ശ്രമിക്കുകയോ ഞാൻ നനച്ചു. ഇത് തന്നെയല്ലേ ശ്രീനാരായണ ഗുരുദേവൻ ചെയ്തത്? കാടുകൾ പിടിച്ചെഴും മർത്യമാനസത്തിൽ കാണാനുണ്ടായിരുന്നു. നമുക്കറിയാം, കുമാരനാശൻ പറഞ്ഞു, നെല്ലിൻ ചുവട്ടിൽ വിളിക്കും കാട്ടുപള്ളിലെ സ്വാദം പറയുന്നത്. അന്ന് ഉച്ചനീചത്തിൽ സമൂഹത്തെ നോക്കി അദ്ദേഹം പറഞ്ഞതാണ്, നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപള്ളിലെ സ്വാദം പറയും. അതുപോലെ തന്നെ തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുണ്ട്, തൊട്ടിക്കെട്ടില്ലാത്തവർ തമ്മിലുണ്ടാകും. ഇങ്ങനെയുള്ള ജാതിക്കാരൻ അവിടെയാണ് വിവേകാനന്ദ പ്രാന്താലയം പ്രവേശിച്ചു. കേരളത്തിലാണ് ഇത്ര വലിയൊരു സാമൂഹിക വിപ്ലവം നടത്താൻ ഗുരുദേവന് കഴിഞ്ഞത് എന്ന് പറയുമ്പോൾ ഗുരുദേവൻ വിശ്വഗുരു തന്നെയാണ്. അത് നാം എല്ലാം അഭിമാനിക്കുകയാണ്.
അഭിമാനിക്കും. കാടുകൾ പിടിച്ചൊരു മധ്യമാനസത്തിന്റെ മേടുകൾ നിരത്തിയിട്ടൊക്കെയും സമമാക്കി കനിവും അഹിംസയും പ്രേമവും ഒലിപ്പിച്ചതിനും ഉണ്ടാക്കി ശുദ്ധ സാത്വിക സംസ്കാരത്തിൽ ശാന്തജീവിതം വിതച്ചു എന്നുള്ളതാണ് ഗുരുദേവൻ ലോകത്തിൽ ചെയ്ത ഏറ്റവും വലിയ സംഭാവന എന്ന് കരുതാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഗുരുദേവൻ സാക്ഷാത്കാരം നടത്തിയാണ്. മഹാഭാരതത്തിൽ ഒരു രംഗമുണ്ട്. മഹാഭാരതത്തിൽ പിടിപ്പെടുന്ന സമയം ദ്രോണാചാര്യ കൗരവരുടെ സാരഥ്യം തലങ്ങം വിലങ്ങും യുദ്ധക്കളത്തിൽ അസ്ത്രവിദ്യയുടെ അത്യുപസിദ്ധികൾ കണ്ടുകൊണ്ട് ദ്രോണാചാര്യ യുദ്ധം ഒരുങ്ങിയപ്പോൾ പാണ്ഡവപ്പട നടന്നു ഉന്മൂലനാശമറ്റ മുൻഘട്ടമെത്തി. ദ്രോണാചാര്യനെ യുദ്ധത്തിൽ തോൽപ്പിക്കാനായിരിക്കും അസ്ത്രവിദ്യയുടെ അത്യുപസിദ്ധികൾ കണ്ടുകൊണ്ട് ദ്രോണാചാര്യ യുദ്ധക്കളത്തിൽ നിറഞ്ഞു നിന്ന് പൊരുതിയപ്പോൾ പാണ്ഡവർക്ക് മനസ്സിലായി ഉന്മൂലനാശമെത്തിയിരിക്കുന്നു. ആരെക്കൊണ്ടാലും ദ്രോണാചാര്യം പഠിച്ചു കിട്ടാൻ ആരെക്കൊണ്ടാവില്ല. അർജുനനും കണ്ടാവില്ല, കണ്ണനെ കണ്ടാവില്ല. അർജുനനും കണ്ണനും ചേർന്നാലുമാവില്ല. ഒടുവിൽ കുശാഗ്രബുദ്ധിയായ കൃഷ്ണൻ പറഞ്ഞു, ദ്രോണാചാര്യയുടെ മകൻ അശ്വത്ഥാമാവ് മരിച്ചു എന്ന് കേട്ടാൽ ദ്രോണർ സ്വയം ആയുധം ഉപേക്ഷിക്കും. ഇത് കേട്ട മാത്രമേ ഭീമസേനൻ അശ്വത്ഥാമാവ് താനെ പിടിച്ച് വേദമുണ്ടടിച്ചു വന്നു യുദ്ധക്കളത്തിൽ പറഞ്ഞു വരുത്തി അശ്വത്ഥാമാവ് മരിച്ചു എന്ന്. ഈ വാർത്ത കേട്ട് ആ വൃദ്ധപിതാവ് ദ്രോണാചാര്യൻ തളർന്നു. എങ്കിലും സത്യമെന്നറിയുവാൻ വേണ്ടി സത്യത്തിന്റെ ആകത്തുകയായ ധർമ്മത്തിന്റെ ആഗ്രഹമായ ധർമ്മത്തിനോട് തന്റെ ശിഷ്യനായ ധർമ്മത്തിനോട് ദ്രോണാചാര്യ ചോദിച്ചത് ശരിയാണ്. അശ്വത്ഥാമൻ മരിച്ചു എന്ന് കേട്ടത് ശരിയാണ്. യുദ്ധത്തിൽ ജയിക്കുവാൻ വേണ്ടി ധർമ്മത്തിന്റെ ആകത്തുകയായ ധർമ്മപുത്രൻ യുദ്ധത്തിൽ ജയിക്കുവാൻ വേണ്ടി തന്റെ ഗുരുനാഥൻ വഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു, അശ്വത്ഥാമാവ് മരിച്ചു എന്ന് ദ്രോണർ കേൾക്കുകയും അശ്വത്ഥാമാവ് ആരും കേൾക്കാതെ ദ്രോണാചാര്യയുടെ കയ്യിൽ ധർമ്മവും നിലംപതിച്ചു. അപ്പോൾ സാക്ഷാൽ ധർമ്മയുദ്ധത്തിന്റെ വേദിയിൽ വെച്ച് ധർമ്മപുത്രർക്ക് ധർമ്മച്യുതി സംഭവിക്കാമെന്നുണ്ടെങ്കിൽ ഞാനെന്തെങ്കിലും സാധാരണക്കാരന്റെ എല്ലാ ദിവസവും ധർമ്മച്യുതിയിലേക്ക് ആണ്ടുകളിലെങ്കിലേ അത്ഭുതമുള്ളൂ. അവിടെയാണ് ശ്രീനാരായണ ദർശനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. ശ്രീനാരായണ ധർമ്മം പരിപാലിക്കാൻ ആ ധർമ്മത്തിലൂടെ മുന്നോട്ട് വന്ന് നമുക്ക് കഴിയണം. അതുകൊണ്ട് തന്നെയാണ് ധർമ്മം സദാവും ചെയ്യാം എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. പഠിക്കണ്ടേ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഭഗവത്ഗീത ഉദ്ദേശിച്ചിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറയുമ്പോൾ ഭഗവത്ഗീതയിലെ ഒരു കാര്യം മനസ്സിലാക്കുക. ദേഹം വർജിക്കാനുള്ളതാണ്. ഒരു വസ്ത്രം പോലെ വർജിക്കാനുള്ളത്. ദേഹം എങ്ങനെയാണ്? ദേഹം സ്ഥിരമാണ്. അതുകൊണ്ട് പറയുന്നു, ഒരിക്കൽ ജനിച്ചാൽ മരിക്കും, മരിച്ചാൽ വീണ്ടും ജനിക്കും. അതുകൊണ്ട് നമുക്ക് നിയന്ത്രണമില്ലാത്തതിന്റെ മേൽ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഒരൊറ്റ സംശയം എനിക്കുണ്ടായിരുന്നു ചെറുപ്പകാലത്ത്. ഈ ദേഹം എനിക്ക് തൊട്ട് നോക്കാം, മണത്ത് നോക്കാം, പക്ഷേ ദേഹി ആത്മാവിനെ തൊടാൻ കഴിയുന്നില്ല, കാണാൻ കഴിയുന്നില്ല. അതിൻ്റെ ഭഗവത്ഗീതയിൽ പറയുന്നു, നയനം ചിന്തന്തി ശസ്ത്രാണി നയനം തകതി പാവക നചൈനം പ്രതയന്തി അമ്പുകൊണ്ട് മുറിക്കാനാവില്ല. വെള്ളത്തിലും വായുവിലും തീയിൽ ഒന്നും ദഹിച്ചു പോകാത്തതാണ് ആത്മാവ്. അപ്പോൾ അങ്ങനെയുള്ള ആത്മാവിന് വേണ്ടി നിൽക്കുന്നതും എന്തിനാണ് ജാതി, എന്തിനാണ്? ശരിയല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ പറഞ്ഞത്, ഗുരുദേവൻ പറഞ്ഞത്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. ഞാൻ അദ്ദേഹം ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ശ്രീ ബാബു പഠിക്കുന്ന വേറെ ലോകത്തിൽ പറഞ്ഞ ഒരു കാര്യം പറ്റി നമ്മൾ ആവർത്തിക്കും. ഞാൻ കുറേ കാലം കൊല്ലത്തെ ജില്ലാ കളക്ടർ. അന്ന് അവിടെ ഒരു വലിയ അന്തർദേശീയ മതസമ്മേളനം ഉണ്ടായി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ധാരാളം ആളുകൾക്ക് ഇവിടെ പ്രസംഗിക്കാൻ ആധ്യാത്മികമായിരുന്നു. ഒരു ദിവസം ചിന്മയാനന്ദ സ്വാമിയുടെ പ്രസംഗമായിരുന്നു. ഗീതയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണം. അപ്പൊ എനിക്ക് ചിന്മയാനന്ദ സ്വാമികളെ അറിയാം. ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ അദ്ദേഹത്തെ എന്നെ അറിയിക്കാവുന്ന കാര്യം അവിടെ പോയി നിന്നപ്പോൾ മൈക്കിലൂടെ ഒരു അനൗൺസ്മെന്റ്. ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്, ചിന്മയാനന്ദ സ്വാമികളുടെ വിമാനം 1 മണിക്കൂർ വൈകി. അടുത്ത അനൗൺസ്മെന്റ് കൊണ്ട് ഈ സമയത്ത് നമ്മുടെ ജില്ലാ കളക്ടർ ആനന്ദബോസും സംസാരിക്കുന്നത് ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് യാതൊരു മുന്നറിയിപ്പുണ്ടായിരുന്നു. സ്റ്റേജിലേക്ക് കയറിയപ്പോൾ ഞാൻ സംഘാടകരോട് ചോദിച്ചു, വിഷയം കേൾക്കുന്ന സംസ്ഥാനം എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല. വിഷയം എന്താണെന്നറിയാമോ? ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം ആൻഡ് ദി എസൻസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി.
എങ്കിലും ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി. 20 മിനിറ്റ് ഞാൻ വൈരുദ്ധ്യാത്മകവാദവും ഭാരതീയ ദർശനവും പറഞ്ഞു. അപ്പം എനിക്കൊരു ചിറ്റ് കിട്ടി. ഈ ചിറ്റ് സാധാരണ പ്രസംഗിക്കൊണ്ടെങ്കിലും ഒരു ചിറ്റ് കിട്ടി അതിൻ്റെ അടുത്ത് എളുപ്പം നിർത്തണം എന്നാണല്ലോ. ചിറ്റിൽ എഴുതുന്നത് എന്താണെന്നറിയോ? സ്വാമികളുടെ ഫ്ലൈറ്റ് 1 മണിക്കൂർ കൊണ്ട് വൈകി പ്രസംഗിച്ചോളൂ. അങ്ങനെ 2 മണിക്കൂർ നേരം ഞാൻ ജനങ്ങളുടെ മുമ്പ് വെച്ച് വൈരുദ്ധ്യാത്മകവാദവും ഭാരതീയ ദർശനത്തെക്കുറിച്ച് പ്രസംഗിച്ചു. ഇത് രംഗം 2. എനിക്കൊരു UN അവാർഡ് കിട്ടി. അന്ന് ശ്രീ ശശി തരൂരിന്റെ MP ആയി ഗ്ലോബൽ അത് വാങ്ങാൻ ഞാൻ UN ജനറൽ അസംബ്ലി പോയി പ്രസംഗമൊക്കെ ചെയ്തു. അവാർഡ് വാങ്ങി തിരിച്ചു വന്നപ്പോൾ എനിക്കൊരു റൺ കോൾ കേരളത്തിൽ. അന്ന് ഈ മൊബൈലൊക്കെ പ്രചാരത്തിൽ ഒരു ലൈറ്റിംഗ് കോൾ. എന്താണെന്ന് അപ്പുറത്തൊരു പ്രായമായ സ്ത്രീ എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു അതെ മാഡം, ഡോക്ടറെ എനിക്കൊരു സഹായം വേണം. എന്ത് പറയാം മാഡം? ഡോക്ടറെ എനിക്ക് 2 ദിവസമായിട്ട് ഉറക്കം വരുന്നില്ല. അപ്പം ഞാൻ മെഡിക്കൽ ഡോക്ടറായിരിക്കും വിളിച്ചത്. ഞാൻ പറഞ്ഞു മാഡം ഞാൻ മെഡിക്കൽ ഡോക്ടറല്ല. അതൊക്കെ എനിക്കറിയാം, ഞാൻ നിങ്ങളെക്കുറിച്ച് എല്ലാം വായിച്ചിട്ടുണ്ട് ഡോക്ടർ ബോസെ. നിങ്ങൾക്ക് PhD കിട്ടിയിരിക്കുന്നത് കൊണ്ടാണ് ഡോക്ടറായെന്ന് എനിക്കറിയാം. എന്നെ സഹായിച്ചേ പറ്റൂ. അപ്പം ഞാൻ ചോദിച്ചു മാഡം ഞാൻ എന്താ സഹായിക്കണ്ടേ? ഞാൻ പറഞ്ഞില്ല ഡോക്ടറെ എനിക്ക് 2 ദിവസമായിട്ട് ഉറക്കം വരുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു മാഡം ഈ ബ്ലഡ് പ്രഷറുണ്ടോ? ഹൈപ്പർ ടെൻഷൻ. എനിക്ക് ബ്ലഡ് പ്രഷറുണ്ട്. മാഡം ഉറക്ക ഗുളികൾ കഴിക്കാറുണ്ട്? ഞാൻ ഉറക്ക ഗുളികൾ കഴിക്കാൻ പതിവുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു മാഡം ഈ 2 ദിവസമായിട്ട് ഉറക്ക ഗുളിക കഴിക്കാൻ മറന്നു പോകുന്നതായിരിക്കും ഉറക്കം വരുന്നത്. അല്ലെന്ന് ഞാൻ പിയാനോ ബാർബിറ്റോൺ പൈൻ്റോടെ MG ഒക്കെ കഴിച്ചിട്ട് കിടക്കുക. എനിക്ക് ഉറക്കം വരുന്നില്ല. സാർ ഡോക്ടർ ബോസ് വിചാരിച്ചാലും പറ്റുള്ളൂ. ഞാൻ എന്ത് ചെയ്യണം മാഡം? അതേ ഡോക്ടർ ഓർക്കുന്നുണ്ടോ ഇവിടെ കളക്ടറായിരുന്നപ്പോഴേ വൈരുദ്ധ്യാത്മകവാദത്തെക്കുറിച്ച് പ്രസംഗം പ്രസംഗിച്ചില്ലേ? അത് തുടങ്ങി 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങാൻ തുടങ്ങിയത്. ആ പ്രസംഗം ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കാവുന്നതിനോട് എന്നോട് പറഞ്ഞു. അത് പറയുന്നതിനും മുൻപ് ഇവിടെ നിർത്തിയാണ് തോന്നുന്നു. 2ാമത് ഞാൻ പറഞ്ഞ അതും ഞാൻ ശ്രീ ബാബുവിനോട് ഷെയർ ചെയ്തത്. അപ്പം ഞാൻ എൻ്റെ ജോലി സാധാരണഗതിക്ക് ബംഗാളികളുടെ ജോലി തേടി കേരളത്തിലേക്ക് ജോലി തേടി ബംഗാളിലേക്ക് ഒരാളാണ്. എൻ്റെ ജോലി ഇപ്പോൾ ബംഗാളിലാണ്. അവിടെ ഈ സർവകലാശാലകളുടെ ബംഗാളാണ്. ഈ ഗവർണറാണ് അവിടെ സർവകലാശാലകളുടെ ചാൻസലർ. ഒരിടത്ത് കോൺവൊക്കേഷൻ നടക്കുന്നില്ല. രാഷ്ട്രീയ കാരണങ്ങളാണ് കോൺവൊക്കേഷൻ നീട്ടിവെച്ച് 10 കൊല്ലമായിട്ട് കോൺവൊക്കേഷൻ നടക്കുക. ഞാനവിടെ എല്ലാം ചെന്ന് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ ഈ കോൺവൊക്കേഷൻ ഈ പ്രസംഗിക്കും. ഇങ്ങനെ ഒരു പ്രസംഗം നീണ്ടു നിന്ന് വരുമാനം പറഞ്ഞാണെന്ന് പ്രസംഗത്തിൽ ചെയ്യണമെങ്കിൽ വിദ്യാർത്ഥികളോടായി ഞാൻ പറഞ്ഞു, we need education more, we need industrial more, we need agricultural more, we need social more. ഒരു വിദ്യാർത്ഥി സദസ്സിൽ എന്നോട് പറഞ്ഞു, but you need some chloroform. ഇത് പറയുന്നതിന് നിങ്ങൾ എല്ലാവരും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. Thank you, sir. ഈ സമ്മേളനം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. അവസാനമായി